എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു വിശേഷങ്ങളൊക്കെ? വിഷു ഈസ്റ്ററൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് ആഘോഷിച്ചല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങളുടെ വിഷു ആഘോഷമാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ ഒരു ചെറിയ ആഘോഷമാണ്. പിന്നെ ചേട്ടന് വൈകുന്നേരം ഡ്യൂട്ടിക്ക് പോകേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആഘോഷമൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കഴിഞ്ഞ് പോയില്ലോ അല്ലേ? എന്നാലും ഞാൻ വിഷു ഈസ്റ്ററൊക്കെ നന്നായിട്ട് ആശംസിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെ കാണാം. ഇത് നമ്മുടെ വിഷുവിൻ്റെ തലേദിവസത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കാലത്തെ വിശേഷങ്ങൾ ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ വരാത്തിരി നേരം വൈകി 9 മണി 10 മണി കഴിഞ്ഞു ചേട്ടൻ വന്നപ്പോൾ കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കമ്പിത്തിരിയൊക്കെ കത്തിച്ചതാണ്. അത് കഴിഞ്ഞ് ചേട്ടൻ വന്നപ്പോൾ അവിടെ നമ്മൾ പറമ്പിൽ പോയിട്ട് നമ്മുടെ വീട് പണിയണില്ലേ അവിടെ പോയിട്ട് കുറച്ച് കമ്പിത്തിരിയൊക്കെ കത്തിച്ചു കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സ്വാതന്ത്ര്യം, ഒരു സന്തോഷം, അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ മുകളിലായ കാരണം നമുക്ക് ഇത്തിരി പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പടക്കം പൊട്ടിക്കണ കാര്യത്തിലൊക്കെ ആയിട്ട്. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയതാണ് കേട്ടോ. നമ്മുടെ പറമ്പിൽ പോയി അവിടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. മത്താപ്പ് പോലത്തെ അല്ലേ? പിള്ളേര് പണിഞ്ഞിട്ടുള്ള പാട്ട് കണ്ടിട്ട് ഒക്കെ കേട്ടിട്ടുണ്ട്. പോണു ഓ. അപ്പോൾ അവിടുത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് മേലൊക്കെ കഴുകി കണി വെക്കാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാനവിടെ കിണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്, നെല്ല് വെച്ചിട്ടുണ്ട്, പച്ചരി വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ കൃഷ്ണൻ്റെ വിഗ്രഹം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കണി വയ്ക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വെക്കുമല്ലോ അല്ലേ? വാൽക്കണ്ണാടി, കൺമഷി, സിന്ദൂരം, വള, പിന്നെന്തുന്നാ നമ്മുടെ സ്വർണം, മറ്റേ കോടി, അവക സാധനങ്ങളൊക്കെ വെക്കും. പക്ഷെ നമുക്ക് അധികം പേർക്ക് അത്ര പേര് സാധനങ്ങളൊന്നും ഉണ്ടായില്ല. നമുക്ക് വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ട് കണി വയ്ക്കണം. എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് അടിപൊളിയായിട്ട് കണി വയ്ക്കണം.
അങ്ങനെ കണി കാണലൊക്കെ കഴിഞ്ഞ് കുഞ്ഞിപ്പെണ്ണിനൊന്ന് ഇറക്കി കെടുത്തി. പിന്നെ ഞങ്ങൾ അടുക്കളയ്ക്ക് കയറി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വെക്കാൻ പോണത്. അവിയലാണ് കേട്ടോ. ഞാൻ ഇതുവരെ അവിയൽ ഞാൻ വെച്ചിട്ടില്ല തന്നെ. അപ്പോൾ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് അവിയൽ കറി വെക്കാനായിട്ട് പോണത്. ബാക്കി സാമ്പാറും ഉപ്പേരിയും കാര്യങ്ങളൊക്കെ, കാബേജ് ഉപ്പേരി, സാമ്പാർ, പിന്നെ അച്ചാർ, അവ കുറച്ച് സംഭവങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ അവിയലാണ് സ്പെഷ്യലായിട്ട് ഞാൻ തന്നെ വയ്ക്കാനായിട്ട് പോണത്. അപ്പോൾ എല്ലാം അതേ കൂട്ടി തിരുമ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഒന്നും പറയണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ. പിന്നെ ഞാനായിട്ട് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അടുക്കള ജോലിയും കാര്യങ്ങളുടെ ഇടയിലൊക്കെ തന്നെ വർത്തമാനം പറയാനും പിന്നെ ഇടയ്ക്ക് ചേട്ടാ അപ്പുറത്ത് പോയി പടക്കമൊക്കെ പൊട്ടിക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരമായില്ല അപ്പോൾ പറയണ്. അതൊരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. പിന്നെ കുറച്ച് നാളായില്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട്, കുറേ ദിവസങ്ങളായ പോലെ തോന്നുന്നു. നമ്മൾ ബുധനാഴ്ച ഇട്ടതാണ്, പിന്നെ വെള്ളിയാഴ്ച അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, പിന്നെ തിങ്കളാഴ്ചയാണ് ഇട്ടണത്. അങ്ങനെയുള്ളൊരു എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇവിടെ ഒരു നാളികേരമൊക്കെ ചേട്ടൻ തന്നെ നമുക്ക് വിഷുക്കട്ട വയ്ക്കണ്ടേ. അപ്പോൾ അമ്മയാണ് കേട്ടോ എല്ലാ കൊല്ലം വിഷുക്കട്ട വെക്കുന്നത്. ഇപ്രാവശ്യം അമ്മ തന്നെയാണ് വെക്കണത്. അപ്പോൾ വിഷുക്കട്ട വെക്കാനായിട്ട് നാളികേരം ചേട്ടൻ തരുന്നതാണ് ചേട്ടൻ. അപ്പോൾ അതെല്ലാം പാകമായിട്ടുണ്ട്. വിഷുക്കട്ട നിരത്താണ് അമ്മ ഇലയിൽ ഇങ്ങനെ പരത്തി വെക്കണതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ മധുരമുള്ളതും ശർക്കരയും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കും. അപ്പോൾ അതുണ്ട്, മധുരമുള്ളതുണ്ട്, മധുരം ഇല്ലാത്തതുണ്ട്. മധുരം ഇല്ലാത്തതാണ് ടേസ്റ്റ് കൂടുതൽ. കറി മാങ്ങാക്കറിയും വിഷുക്കട്ടയും പപ്പടം കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അതേ പാകമായിട്ടുണ്ട്. അമ്മയാണ് പരത്തി വയ്ക്കണത്. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന സമയത്താണ് ഈ നമ്മുടെ വിഷുക്കട്ടയും കാര്യങ്ങളൊക്കെ കഴിക്കണത്. അതിന് മാങ്ങാക്കറി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പപ്പടം കാച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ ചായ കുടിക്കണ പരിപാടി. അപ്പോൾ നമുക്ക് ചായ കുടിക്കണേക്കൂടി മുമ്പ് തന്നെ കൈനീട്ടം കിട്ടണ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി കാത്തിരിക്കുകയാണ്. ചേട്ടനാണ് കൈനീട്ടം തന്നെ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടമൊക്കെ വാങ്ങിച്ച്. നിങ്ങൾക്കൊക്കെ കൈനീട്ടം കിട്ടിയോ? പിള്ളേരൊക്കെ ആകുമ്പോൾ കൈനീട്ടമൊക്കെ കിട്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് ലിസ്റ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവില്ലേ. പിള്ളേർക്കൊക്കെ ഒരുപാട് കൈനീട്ടം കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ കുഞ്ഞിലാവുമ്പോൾ അങ്ങനെ അവിടെ നിന്നോടൊക്കെ കൈനീട്ടം കിട്ടില്ല. വലുതാകുമ്പോൾ കൈനീട്ടത്തിൻ്റെ അളവൊക്കെ കുറയും. പിന്നെ നമ്മൾ ജോലിക്കാരൊക്കെ ആകുമ്പോൾ നമുക്കങ്ങനെ കൈനീട്ടം കൊടുക്കുമ്പോഴുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരും സന്തോഷം, മുഖത്ത് സന്തോഷം കാണുമ്പോഴുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ അല്ലേ. കൈനീട്ടം കിട്ടുമ്പോൾ 1 രൂപയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു സന്തോഷം തന്നെയാണ് കൈനീട്ടത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അമ്മയ്ക്കൊക്കെ അമ്മയും ചേട്ടന് കൈനീട്ടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്കും കൈനീട്ടം കൊടുത്തു, കുഞ്ഞിപ്പെണ്ണിനും കൈനീട്ടം കൊടുത്തു. അപ്പോൾ എനിക്കും കൈനീട്ടം തരികയാണ്. അപ്പോൾ ചേട്ടൻ കൈനീട്ടം കൊടുക്കണ കാശ് കാണിച്ചു തരുന്നതാണ് കേട്ടോ. എടുത്തു വെച്ചാ ഓഫാക്കാൻ പോവാട്ടാ.
പറയാലോ അല്ലേ? നാളെ കയ്യില് കൊടുത്തു ഞാൻ അങ്ങനെ കൈനീട്ടത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞത് നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇരിക്കണതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണത് ഇലയിൽ തന്നെയാണ് ഇരിക്കണത്. ഒന്നും കഴിക്കലൊന്നുമില്ല കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ കാണിക്കണം എന്നല്ല ഉള്ളൂ, വേറെ കഴിക്കലൊന്നും അധികം ഇല്ല. എന്നാലും എല്ലാവരും കൂടി ഇരുന്ന് ഒന്ന് നുണയുമ്പോൾ ഒരു സന്തോഷമൊക്കെ തന്നെയാണല്ലോ അല്ലേ? ചെമ്പത്തിലൊക്കെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് അത്യാവശ്യം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ മനക്കുളങ്ങരയ്ക്ക് പോയിട്ട് അപ്പച്ചനും അമ്മച്ചിക്കും കൈനീട്ടം കൊടുക്കാനായിട്ട് പോയതാണ്. പിന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ അല്ല കൂക്കുമണിയുടെ പിറന്നാളാണ് നാളെ, അതായത് ശനിയാഴ്ച കൂക്കുമണിയുടെ പിറന്നാളായിരുന്നു. അപ്പോൾ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം, അങ്ങനെയുള്ളൊരു സംഭവം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. പിന്നെ അവിടെ എത്തിയിട്ട് ഒരു സർപ്രൈസായിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് ഒന്ന് പോകേണ്ടി വന്നു കേട്ടോ. എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു. അവിടെ അവർ വീടൊന്ന് പുതുക്കി പണിതിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ഇപ്പോൾ ഒരു നല്ലൊരു സൂപ്പർ വീടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നായിരുന്നു, വിഷുവിൻ്റെ അന്നായിരുന്നു പാല് കാച്ചൽ ചടങ്ങ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും എല്ലാവരും കൂടി ഒന്ന് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അനിയൻ്റെ കാറിൽ, അനിയത്തിയുടെ കാറിലാണ് എല്ലാവരും കൂടി തിങ്ങി ഞെരുങ്ങിയിരുന്ന് പോയത്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. സൂപ്പറായില്ല അടുക്കളൊക്കെ. അങ്ങനെ വീടൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഓരോ ഐഡിയ കിട്ടിയിട്ട് നമ്മുടെ വീട് എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യണം. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ട് അപ്പം തന്നെ കുറച്ച് നേരം ഇരുന്ന് അപ്പം തന്നെ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോഴേക്കും ചേച്ചിമാരൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരായിട്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് നമ്മുടെ പറമ്പിക്ക് വീണ്ടും പോകുന്നു കേട്ടോ. നമ്മൾ കമ്പിത്തിരിയും കാര്യങ്ങളൊക്കെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കത്തിക്കാനായിട്ട് പിള്ളേരെല്ലാവരും കൂടി വന്നു. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കമ്പിത്തിരിയും പൂത്തിരിലാത്തിട്ടൊക്കെ കത്തിച്ചു, പടക്കങ്ങളൊക്കെ കുറച്ച് പൊട്ടിച്ച് സന്തോഷത്തോടു കൂടിയിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിഷു ആഘോഷങ്ങൾ. അപ്പോൾ നിങ്ങളുടെ വിഷു ആഘോഷമൊക്കെ ഏകദേശം ഇതുപോലൊക്കെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇതുപോലൊന്നും ആവില്ല കേട്ടോ, അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങൾക്ക് പറ്റണ പോലെ ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി വൈകിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഹാപ്പി വിഷു അറിയിക്കുകയാണ്. അപ്പോൾ ഹാപ്പി ഈസ്റ്ററും കൂടി, ഈസ്റ്ററിൻ്റെ വിശേഷങ്ങൾ അടുത്ത ദിവസമായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൂക്കുമണിയുടെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ്റെ വിശേഷങ്ങളും അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ വീടിൻ്റെ വിശേഷങ്ങൾ, വീട് പണി എന്തോരായി എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ വിശേഷങ്ങൾ. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. ഓക്കേ.